രാജോട്ടാ, ഇത് പണിയാ കാണിച്ചേ. ആ ബസ് വെള്ളത്തിലോണ്ട് ഇട്ടു. രാജോട്ടൻ എന്താ വണ്ടി ഓടിക്കാറിയില്ലേ? എടാ ജാക്കേ, അത് പിന്നെ ഞാൻ ആ വണ്ടി നിർത്താൻ നോക്കിയതാ. പക്ഷേ അറിയാണ്ട് ബ്രേക്കിന്റെ പകരം ആക്സിലേറ്റർ കൊടുത്തു. അതുണ്ടായേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ബസ്സിന് ഒന്നിനും കൊള്ളില്ല. അതിന്റെ എഞ്ചിനിൽ വെള്ളം കയറിണ്ടാവും. ഒരു മിനിറ്റ്, എന്നെ ആരെ വിളിക്കണ്ടല്ലോ? ആ, ഇതാ പോലീസല്ലേ? ഹലോ സാറേ, എന്താ വിളിച്ചേ? അവിടെ ജാക്കേ, നീ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോയോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. സ്റ്റേഷനിലേക്കാ? ആ, എന്നാ ശരി, ഞാൻ ദേ വരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ പോലീസ് എന്നെ വിളിച്ചേക്കാണ് കേട്ടാ. എന്നോട് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. എന്നാ ശരി, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. എൻ്റെ കയ്യിൽ പിന്നെ KTM RC ഉണ്ട്. നമുക്ക് ഈ ബൈക്കിലങ്ങ് പോവാം. എന്നാലും പോലീസുകാരെ എന്തിനാ വിളിച്ചേ? അതെനിക്കിപ്പോഴും മനസ്സിലാവണില്ല ഏട്ടാ. വന്നില്ലെങ്കിൽ ജയിലിൽ കൊണ്ടുപോയി ഇടുന്ന പറഞ്ഞേ. ഞാനതിന് ഇവിടെ ക്രൈം ഒന്നും ചെയ്തിട്ടില്ല. ഞാനൊന്നും ചെയ്തിട്ടില്ല. വണ്ടികൾ അടിച്ചു മാറ്റേ, ബാങ്ക് റോബർ ചെയ്യേ, അങ്ങനെ ഒരു പരിപാടിയും ഞാൻ ഈ അടുത്ത് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണോ പോലീസുകാർ എന്നെ വിളിച്ചേ? എന്തുട്ടായാലും നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. എന്നിട്ട് സാറിനോട് ചോദിച്ചു നോക്കാം. ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാ? ഞാനിപ്പോൾ ഇത് നോക്കണേ. ഈ ഭാഗത്ത് എവിടെ ഉണ്ടായിരുന്നു? ഓക്കെ, നമ്മളെങ്ങനെ സ്റ്റേഷനിലേക്ക് വന്നേക്കാ. ഈ ബൈക്ക് നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ സാറിനോട് സംസാരിക്കാം. ഹലോ സാറേ, എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ പുറത്ത് എൻ്റെ ഒരു പോലീസിൻ്റെ വണ്ടിയുണ്ട്. നീ പോയിട്ടേ ആ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യ്. അതിന് പകരമായിട്ടേ ഞാൻ നിന്നെ സ്പൈഡർമാനാക്കി മാറ്റാം. ശരിക്കും എന്നെ സ്പൈഡർമാനാക്കി മാറ്റോ? എന്നാ പിന്നെ കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഗൈസ്, ആ സാറ് പറയണതേ ഈ വണ്ടി മോഡിഫൈ ചെയ്യാൻ. ഈ വണ്ടി മോഡിഫൈ ചെയ്താ എന്നെ സ്പൈഡർമാനാക്കി മാറ്റാന്ന്. സ്പൈഡർമാനായിട്ട് ആവാണെങ്കിൽ നൈസ് ആവൂട്ടാ. നിങ്ങൾക്ക് പിന്നെ അറിയാലോ, സ്പൈഡർമാന് ഇഷ്ടം പോലെ പവേഴ്സ് ഉണ്ട്. ഒരു വെബ് ഷൂട്ടറൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആകാശത്ത് പറക്കാനൊക്കെ പറ്റും. അത് കിട്ടുകയാണെങ്കിൽ നൈസ് ആവൂട്ടാ. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഈ കാറ് നമുക്ക് പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ഇവിടെ പിന്നെ അടുത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യും, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഈ വണ്ടിയിലേ അത് അകത്തേക്ക് കയറ്റാം. എന്നിട്ട് ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്യാം. ആദ്യം ഇതിൻ്റെ കളർ മാറ്റാം ട്ടാ. കളർ ഏത് കൊടുക്കുക? ആ, ബ്ലാക്ക് കൊടുക്കാം. ഗ്ലാസും ടിൻ്റടിക്കാം, അതും ബ്ലാക്ക് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ടയർ മാറ്റാം ട്ടാ. അലോയ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അലോയ്സിനും റെഡ് കൊടുക്കാം. അല്ലെങ്കിൽ റെഡ് വേണ്ട, ബ്ലൂ കൊടുക്കാം. ഒരു വെറൈറ്റി കളറുണ്ട്. അലോയ്സിൻ്റെ സൈസും കൂട്ടാം. ഇപ്പം ഇത് ഒരു മോൺസ്റ്റർ കാറായിക്കാം. പിന്നെ ഇതിൽ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്കിൻ്റെ കളറ് ബ്ലൂ തന്നെ കൊടുക്കാം. ഇത്രേ ഉള്ളൂ. നമ്മളങ്ങനെ ഈ വണ്ടി പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. വണ്ടി കാണാൻ നൈസ് ആയിട്ടാ, ഒരു രക്ഷയില്ല. ഒരു മോൺസ്റ്റർ പോലീസ് കാറായിട്ട് മാറിയേക്കാ. ഞാൻ പിന്നെ ഈ വണ്ടിയിലേ നൈട്രോയും വെച്ചിട്ടുണ്ട്. നൈട്രോ ഉണ്ടെങ്കിലേ ഈ വണ്ടി നല്ല സ്പീഡിൽ പോവും. അതിപ്പോൾ ഏതായാലും നല്ലതാ. എന്തെങ്കിലും ആവട്ടെ ഗൈസ്, അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ. അത് മാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നേക്കാൻ കേട്ടാ. ഈ വണ്ടി ഇപ്പോൾ നമുക്ക് അകത്ത് കൊണ്ടായി പാർക്ക് ചെയ്യാം. ഇതെന്താ കയറാത്ത? വണ്ടിക്ക് സൈസ് കൂടിയാ. ഓക്കെ, നമ്മളങ്ങനെ അകത്തേക്ക് കയറ്റിയേക്കാം. ഈ വണ്ടി നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഹലോ സാറേ, സാറ് പറഞ്ഞ പോലെ ഞാൻ ഈ വണ്ടി മോഡിഫൈ ചെയ്തു. ഇനി എന്നെ സ്പൈഡർമാനാക്കി മാറ്റ്. ആടെ ജാക്കേ, ഞാനിപ്പോൾ നിന്നെ സ്പൈഡർമാനാക്കി മാറ്റാം. നീ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. Meanwhile, ഓക്കെ, നമുക്കങ്ങനെ സ്പൈഡർമാൻ്റെ സ്യൂട്ടൊക്കെ കിട്ടിയേക്കാണ് കേട്ടാ. ഞാനങ്ങനെ സ്പൈഡർമാനായിട്ട് മാറി. സ്പൈഡർമാനായിട്ട് മാറിയെന്ന് പറയാൻ പറ്റില്ല ഏട്ടാ. എനിക്കിപ്പോൾ സ്യൂട്ട് മാത്രമേ കിട്ടിയുള്ളൂ. ഈ സ്പൈഡർമാന് പവേഴ്സ് ഒന്നും ഇല്ല. ഹലോ സാറേ, ഇതെന്തത്? എനിക്ക് പവേഴ്സ് ഒന്നും കിട്ടിയില്ല. എനിക്ക് ആ വെബ് ഷൂട്ടറൊക്കെ വേണമായിരുന്നു. വെബ് ഷൂട്ടറാ? അത് നിനക്കെന്തിനാ? നിനക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തൽക്കാലം കിട്ടിയതും കൊണ്ട് പോവാൻ നോക്ക്. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. ഉള്ള കാര്യം പറയാം. ശരി, ഇതെന്തത്? വെബ് ഷൂട്ടർ തരാൻ പറ്റില്ല എന്നാ? പിന്നെ എന്തിനാ ഈ സ്യൂട്ട്? ഈ സ്യൂട്ട് മാത്രം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ വെറുതെ എൻ്റെ സമയം കളഞ്ഞു. അവിടെ ജാക്കേ, നീ പണി കാണിച്ചേ. നീ നമ്മളെ വെടി കയറായില്ലേ?
നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ ഞാൻ പിടിച്ച് ജയിലിലിടും. ഏ എന്നെ പിടിച്ച് ജയിലിലിടോ? എനിക്കൊന്നും കാണണല്ലോ. നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ? അതെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് RPG എടുത്ത് ഫയർ ചെയ്യാം. എന്നാ പിടിച്ചോ. ചാവട അങ്ങോട്ട്. ഈ വണ്ടികളും നമുക്ക് കത്തിച്ചളയാം. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ പിന്നെ എനിക്ക് 5 സ്റ്റാർ കിട്ടി. ഇനി ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല. നമുക്ക് എത്രയും പെട്ടെന്ന് സ്ഥലം വിടാം. എന്നാലും ഒരു സ്പൈഡർമാൻ്റെ സ്യൂട്ട് തന്നുട്ടാ. പക്ഷെ പവേഴ്സ് തന്നില്ല. പവേഴ്സ് ഒന്നും ഇല്ലാണ്ട് സ്യൂട്ട് കിട്ടിയിട്ട് എന്താ കാര്യം? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനാ? എന്തുട്ടായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടുന്ന് സ്ഥലം വിടാം. A few moments later. ഓക്കെ, ഇവിടെ അങ്ങനെ പോലീസൊക്കെ പോയേക്കാനട്ടാ. വാണ്ടഡ് ലെവലിൽ പോയി. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. എനിക്കിവിടെ സ്പൈഡർമാൻ്റെ സ്യൂട്ട് കിട്ടി. ഇനിയിപ്പോൾ പവേഴ്സ് കിട്ടണമെങ്കിലേ നമുക്ക് ശരിക്കുള്ള സ്പൈഡർമാനെ പോയിട്ട് കാണണം. എന്നാലേ പവേഴ്സ് കിട്ടുള്ളൂ. അതൊരിക്കും സ്യൂട്ട് മാത്രം വിട്ടിട്ട് നടക്കാം. വലിയ ഉപകാരമൊന്നുമില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കിനി പിന്നെ എപ്പോഴെങ്കിലും സ്പൈഡർമാനെ പോയിട്ട് കാണാം. അപ്പോൾ ഇതുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തൊരു ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.